ഹായ് ഗൾത്തെ പാത്വേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മൻ പഠിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വട്ടം കറക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ? ഇന്ന് നമ്മൾ ആ രഹസ്യം അങ്ങ് പൊളിക്കാൻ പോവാണ്. എന്താണ് ഈ നോമിനേറ്റീവ് കേസ്? റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ദേർ, ദി, ഡാസ്. ഹോ, ഈ 3 വാക്കുകൾ കാണുമ്പോഴേക്കും തല കറങ്ങുന്നുണ്ടോ? എന്തിനാ ഇപ്പോ ജർമ്മനില് ഒരേ ഒരു ദേ കെ ഇങ്ങനെ പല പല രൂപങ്ങൾ? പേടിക്കേ വേണ്ട, ഈ ഒരു കൺഫ്യൂഷനില് നിങ്ങൾ തനിച്ചല്ല. സത്യം പറഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ആ വഴി ഒന്ന് പിടികിട്ടിയാൻ മതി. അപ്പോ പിന്നെ എന്തിനാ വൈകിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാം. നിങ്ങൾ തയ്യാറാണോ? പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് വാക്യത്തിലെ ഹീറോയെയാണ്. അതെ, നമ്മുടെ നോമിനേറ്റീവ് കേസിനെ തന്നെ. അപ്പോ എന്താണ് ഈ നോമിനേറ്റീവ്? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വാക്യത്തിലെ കർത്താവ്, അതായത് സബ്ജക്റ്റ്. ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്, അത് തന്നെയാണ് നോമിനേറ്റീവ്. ഇത് ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നോമിനേറ്റീവ് എന്ന് പറയുന്നത് ആ വാക്യത്തിലെ ഹീറോ ആണെന്ന് അങ്ങോർത്താൽ മതി. സിനിമയിലൊക്കെ പോലെ എല്ലാ ശ്രദ്ധയും ആ ഹീറോയ്ക്ക് തന്നെയായിരിക്കും. ദാ ഇതൊന്ന് നോക്കിക്കേ. മലയാളത്തിൽ നമ്മൾ കുട്ടി കളിക്കുന്നു എന്ന് പറയും. ഇവിടെ ആരാണ് കളിക്കുന്നത്? കുട്ടി, അല്ലേ? അതുപോലെ തന്നെയാണ് ജർമ്മനിലും. ദ സ്കിൻഡ് സ്പീൽഡ് എന്ന് പറയുമ്പോഴും ആക്ഷൻ ചെയ്യുന്നത് ദ സ്കിൻഡാണ്. കണ്ടോ? ഭാഷ മാറിയാലും നമ്മുടെ കഥയിലെ ഹീറോ ഒരാൾ തന്നെ. അപ്പോ ഒരു ജർമ്മൻ വാക്യത്തിൽ നിന്ന് ഈ ഹീറോയെ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും? അതിന് ഒരു കിഡിലൻ ട്രിക്കുണ്ട്, ഒരു ഗോൾഡൻ റൂൾ. എന്താണെന്നറിയണ്ടേ? ഈ നിയമം ഭയങ്കര സിമ്പിളാണ്. വാക്യത്തിലെ ക്രിയയോട്, അതായത് വേർബിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഒന്നുകിൽ വേർ, അതിന്റെ അർത്ഥം ആര്, അല്ലെങ്കിൽ വാസ്, അതിന്റെ അർത്ഥം എന്ത്. ആ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം എന്താണോ അത് തന്നെയാണ് നമ്മുടെ നോമിനേറ്റീവ് ഹീറോ. വാ, നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഈ വാക്യം ശ്രദ്ധിക്കൂ. ദേ മാൻ ഡ്രിങ്ക്സ് വാസ. ഇതിന്റെ അർത്ഥം ആ മനുഷ്യൻ വെള്ളം കുടിക്കുന്നു എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ഗോൾഡൻ റൂൾ ഉപയോഗിക്കാം. ഈ വാക്യത്തിലെ ക്രിയ ട്രിങ്ക്ഡ്, അതായത് കുടിക്കുന്നു എന്നതാണ്. ഇതൊരു ആളായതുകൊണ്ട് നമ്മൾ ഏത് ചോദ്യം ചോദിക്കും? അതെ, വേർ. അപ്പൊ ചോദിക്കാം, വേർ ട്രിങ്ക്ഡ് വാസർ? ആരാണ് വെള്ളം കുടിക്കുന്നത്? ഉത്തരം വളരെ ക്ലിയർ അല്ലേ? ദ മാൻ, അതായത് ആ മനുഷ്യൻ. കണ്ടോ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ വാചകത്തിലെ ഹീറോയെ പൊക്കിയെടുത്തത്. ഇതാണ് നോമിനേറ്റീവ്. ശരി, ഇപ്പൊ നമുക്ക് നമ്മുടെ ഹീറോയെ എങ്ങനെ കണ്ടെത്താമെന്ന് മനസ്സിലായി. ഇനി ആ ഹീറോയ്ക്ക് എങ്ങനെ ശരിയായ പേര് കൊടുക്കാം എന്ന് നോക്കിയാലോ? അതായത് എപ്പോഴാണ് ഈ ഡേർ, ഡി, ദാസ് എന്നൊക്കെ ഉപയോഗിക്കേണ്ടത്? ജർമ്മൻ ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. ഇവിടുത്തെ വാക്കുകൾക്ക് ജെൻഡറുണ്ട്. പുല്ലിംഗമാണെങ്കിൽ ഡേർ, സ്ത്രീലിംഗമാണെങ്കിൽ ഡി, നപുംസകമാണെങ്കിൽ ദാസ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, അതായത് ബഹുവചനമാണെങ്കിൽ എപ്പോഴും ഡി തന്നെയാണ് ഉപയോഗിക്കുക. ഒരു കാര്യം മറക്കരുത്, ഒരു പുതിയ ജർമ്മൻ വാക്ക് പഠിക്കുമ്പോൾ അതിന്റെ ആർട്ടിക്കിൾ കൂടെ തന്നെ പഠിച്ചു പോണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഒരു, അതായത് എ അല്ലെങ്കിൽ ആൻ എന്ന് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. പുല്ലിംഗത്തിനും നപുംസകത്തിനും ഐൻ എന്ന് പറഞ്ഞാൽ മതി. സ്ത്രീലിംഗത്തിനും മാത്രം ഒരു ചെറിയ മാറ്റമുണ്ട്, ഐനെ എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മുടെ നോമിനേറ്റീവ് എന്താണെന്നും അതിന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും പഠിച്ചു. ഇനി ഒരു ചെറിയ ടെസ്റ്റ് ആയാലോ? നിങ്ങളുടെ അറിവ് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഈ വാക്യം ഒന്ന് നോക്കൂ. ദസ് ഇസ്റ്റ് ഡാഷ് ഹൗസ്. ഇതിന്റെ അർത്ഥം ഇതൊരു വീടാകുന്നു എന്നാണ്. ആ വിട്ടുപോയ ഭാഗത്ത് എന്തുവരും? നിങ്ങൾക്കൊരു ചെറിയ ക്ലൂ തരാം. ഹൗസ് എന്ന വാക്ക് നപുംസകമാണ്, അതായത് ന്യൂട്ടർ. നിങ്ങളുടെ ഓപ്ഷനുകൾ ഇതാ: എ ഐൻ, ബി ഐന്, സി ഐനൻ. ഏതായിരിക്കും ശരിയായ ഉത്തരം? ഒന്നാലോചിച്ച് നോക്കിക്കേ. കിട്ടിയോ? ശരിയായ ഉത്തരം ഐനാണ്. കാരണം ഹൗസ് എന്നത് ന്യൂട്ടർ അല്ലേ? അപ്പോ ഒരു എന്ന് പറയാൻ നമ്മൾ ഐനാണ് ഉപയോഗിക്കുന്നത്. ഗംഭീരം! നിങ്ങൾക്കെന്റെ അഭിനന്ദനങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാക്യത്തിലെ നോമിനേറ്റീവ് ഹീറോയെ കണ്ടെത്താനും അവർക്ക് ശരിയായ ആർട്ടിക്കിൾ കൊടുക്കാനും അറിയാം. ഇത് ജർമ്മൻ പഠനത്തിൽ ഒരു വലിയ സ്റ്റെപ്പാണ്. നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഹീറോയെക്കുറിച്ച് മാത്രമാണല്ലോ സംസാരിച്ചത്. പക്ഷേ ഈ ഹീറോ കടയിൽ പോയി ഒരു ആപ്പിൾ വാങ്ങിയാലോ? അപ്പോ ആ ആപ്പിളിന് എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ അടുത്ത കഥ. അതെന്താണെന്നറിയാനായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഔഫ് വിഡർസെയിൻ.